children. Good morning, children. Good morning. Very good. Thank you. ആദ്യത്തെ തവണ വീണു, രണ്ടാമതും വീണത് എന്നുള്ളൊരു വിഷമം കൊണ്ട് പറഞ്ഞു. പിന്നെ ഞാൻ അധികം നിർബന്ധിച്ചില്ല. എന്ത് തന്നെയായാലും നോമ്പ് കാലമായത് ടീച്ചറുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാകരുത് എന്ന് മുൻനിർത്തി നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസിനെ പൊന്നാടയണിച്ച് ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് ശ്രീമതി PV ജ്യോതി. അടുത്തതായി ശ്രീ അജയൻ മാസ്റ്റർ പൊന്നാട അണിയിക്കുന്നത് ശ്രീ C മനോജ്.
സമർപ്പണം നടത്തുന്നത് ശ്രീമതി കെ ഷീജ. അടുത്തതായി ശ്രീമതി ടി പ്രമീള ടീച്ചറെ പൊന്നാട അണിയിക്കുന്നത് ശ്രീമതി സതീദേവി. ഉപഹാര സമർപ്പണം നടത്തുന്നത് അടുത്തതായി ശ്രീമതി എൻ സുധ ടീച്ചറെ പൊന്നാട അണിയിക്കുന്നത് ശ്രീ ജെയിൻ. ഉപഹാര സമർപ്പണം നടത്തുന്നത് ശ്രീമതി സീന പി കെ, HSSD ഹയർ സെക്കൻഡറി ടീച്ചർ. ഉപഹാര സമർപ്പണം സലീം മാഷ് നിർവഹിക്കുന്നതാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി അന്ന് തൊട്ടിട്ട് ടീച്ചറുടെ ക്ലാസ്സിൽ ഞാനാണ് മലയാളം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഒരു അധ്യാപിക എങ്ങനെയായിരിക്കണമെന്നുള്ള കുറേ കാര്യങ്ങൾ ടീച്ചറുടെ ക്ലാസ്സിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. കാരണം എല്ലാ കാര്യത്തിനും അത്രയും പെർഫെക്റ്റാണ് ടീച്ചർ. 9 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ 9 മണിക്ക് തന്നെ എത്തണം. ഈ വല്യാടനെ പോലെ എപ്പോഴും എന്തിനും സംരക്ഷിക്കാൻ ഒരാളുടെ ധൈര്യമായിരുന്നു. എപ്പോഴും എന്ത് പരിപാടി അദ്ദേഹം നടക്കുമ്പോഴും അപ്പൊ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് സദ്യയിൽ ഇടപെടേണ്ട കാര്യമായാൽ പോലും മാഷ് ഇടപെട്ട് അതിന് പരിഹാരം കണ്ടെത്തി തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഡൈവേഴ്സ് ക്യാമ്പിൽ പോകുമ്പോഴും അല്ലെങ്കിൽ കോഴ്സിന് പോകുമ്പോഴും ഒക്കെ ഒരുമിച്ചുള്ള രസകരമായ കുറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ ഇനിയിപ്പം പാത്തുമ്മയുടെ ആടിന്റെ പുറകെ ഓടാനും അങ്ങനെ കോച്ചിങ് ക്ലാസ്സുകളിലൊക്കെ
സലീമാഷില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. പിന്നെ എപ്പോഴും മാഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു അച്ഛന്റെ സ്നേഹത്തോടെ ഇവിടുത്തെ കുട്ടികളോട് സ്നേഹിക്കേണ്ടത് സ്നേഹിച്ചു, ശിക്ഷിക്കേണ്ടത് ശിക്ഷിച്ചു ഒക്കെ അവരെ പരിപാലിക്കുന്ന മാഷയാണ് എപ്പോഴും കാണാറ്. അപ്പോൾ അവര് പിന്നെ ഇന്നലെ തന്നെ SLC ഡ്യൂട്ടിക്ക് പോയ സമയത്ത് ശ്രീകൃഷ്ണ ടീച്ചർ ഞാനൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കാരണം സ്കൂൾ ബസ്സിന്റെ കാര്യമൊക്കെ ഇനി ആരാ നോക്കുക, കാരണം ഏത് സമയത്ത് എപ്പോൾ ചോദിച്ചാലും ഏത് ബസ്സിന്റെ സമയവും ഏത് ഡ്രൈവർ നമ്പറും ഏത് സ്ഥലമൊക്കെ മാഷിന് മനപ്പാടാണ്. കാരണം നമ്മളൊരു ട്രെയിനിങ് എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ട്രെയിനിങ് കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് അറിവ് ഉണ്ടായതുകൊണ്ടോ ഒരു സ്കൂൾ അന്തരീക്ഷത്തിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ഒരു ഭാഗ്യം പറഞ്ഞില്ല, ഒരുപാട് സീനിയേഴ്സ് അവരുടെ കൂട്ടത്തിൽ ഞാനും അലിയമ്മ മാഷും ആണ് ഇവിടെ ഏറ്റവും ജൂനിയറായിട്ട് എൻ്റെ പേര് മാത്രം വരുന്ന കാലഘട്ടം. അന്നൊക്കെ ഈ സ്കൂളിൽ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് ശരിക്കും റോൾ മോഡലായി പ്രവർത്തിച്ചതൊക്കെ ഒരുപാട് പേര് പരിഹരിപ്പോയി. അതിൽ കുറച്ചുപേർ കൂടി ബാക്കിയുണ്ട്, അവരുടെ ഇരിക്കുകയാണ്. സ്നേഹ ടീച്ചർ ഉൾപ്പെടെയുള്ള ജ്യോതി ടീച്ചറുടെ ഹസ്ബൻഡ്, അതുപോലെ സ്നേഹ ടീച്ചറുടെ ഹസ്ബൻഡ്, ഇവരൊക്കെ ഇവിടെ ഒരു കാലം വരെ നമ്മുടെ സീരിയസ് ആയിട്ട് ഉള്ളവരാണ്. ഇവരൊക്കെ ഇടയിൽ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് മിഡിൽ കാലഘട്ടത്തിൽ എങ്ങനെ ഇപ്പൊ ഫ്രഷായിട്ട് ന്യൂജന്റെ കാലം അങ്ങനെ പറയാം എങ്ങനെ എന്ന് ശരിക്കും നിരീക്ഷിച്ചും അനുഭവിച്ചും ആസ്വദിച്ചു തന്നെ ഈ കലാലയത്തില് അല്ലെങ്കിൽ ഈ വിദ്യാലയത്തില് ഇങ്ങനെ പോവുക. ഇന്ന് ഇവിടെ എഴുതിയിരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുക്കന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ഇന്ന് ഇവിടെ അഭിമുഖീകരിക്കുമ്പോൾ ഈ സ്കൂളിന്റെ എട്ടും മറ്റും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പണ്ട് ഒരു സ്കൂൾ അസംബ്ലി ഇവിടെ കൂടണമെങ്കിൽ ഇവിടെ ഈ പേരമര ചോട്ടിലൊക്കെ പുതുതായിട്ട് നമുക്ക് അറിയണമെന്നില്ല, ഇവിടെ ഒരു പേരമരമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ തണലിലാണ് ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ആ കാറ് മാറ്റി വെക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ളതിനേക്കാളൊക്കെ ഒരുപാട് ബോംബ് അധ്യാപകർ നമ്മളുണ്ടായിരുന്നു. അന്ന് എന്റെയൊക്കെ കാറിന്റെ ഈ ബാഗിൽ എവിടെയെങ്കിലും ആയിരുന്നു ഇട്ടിട്ടുണ്ടാവുക. അന്ന് അസംബ്ലി ഉണ്ട് ഇന്ന് എന്ന് പറയുമ്പോൾ DCR ഇല്ല അല്ലെ, DCR-ഉം അജയമാഷാണ് ഫോണെടുത്തിട്ട് എവിടെയാണ് താക്കോൽ കൊണ്ടിട്ട് എവിടെയാണ് ഞാനത് വന്ന പുറത്തെ കീശയിലേക്ക് മുന്നിലെ കീശയിലുണ്ടാവും എന്ന് നോക്കിക്കോ പറഞ്ഞ് എടുത്ത് വണ്ടി എടുത്ത് മാറ്റി വെച്ച് അസംബ്ലി നടത്തിയത്. അതുകൂടാതെ ഈ ഒരു ബിൽഡിംഗ്, ഈ ഒരു സെറ്റപ്പ് ആയിരുന്നു നമുക്ക് ഇല്ലാതെ ഉള്ളത്. ഞാനും വിട്ടാരെ ചെയ്തു, പക്ഷേ ഇവിടെ ചെയ്യുമ്പോൾ ഞാനും വിട്ടാരെ ഇതിപ്പം ഈ മൈക്കായതുകൊണ്ടാണ് എടുത്തത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ശരിക്കും സാറ് എന്നോട് പറഞ്ഞത് നമുക്ക് ഇതുപോലെ പറ്റും. ഞാൻ പ്രകാശ് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് റെക്കോർഡിംഗ് സമയത്ത് ഞാൻ പറഞ്ഞത് എന്താ മാഷെ നമുക്കെന്താ സ്കൂളില് ഒരു വലിയ ഞാൻ സെന്റ് മൈക്കിൾസിൽ പോയ സമയത്ത് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലൊരു കാര്യങ്ങളെ കൊണ്ടുവന്നുകൂടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിക്കാൻ ഞാൻ ഭയങ്കരമാണ്, അത് സാറിനറിയാം അല്ലേ. പക്ഷേ ഇത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങള് അല്ലെ ഒന്നിച്ചിരുന്ന് റെഡിയാക്കി ആ ശബ്ദമാധുര്യം ഈ നാട് മുഴുവൻ അനുഭവിച്ചതാണ്. അത്രയും നല്ല റെക്കോർഡിംഗ് ഉല്ലാസിമാഷ്ക്ക് ഓർമ്മയുണ്ടാവും. റെക്കോർഡിംഗ് സമയത്ത് ചിലപ്പോൾ എന്റെ വീട്ടിലാണ് റെക്കോർഡിംഗ് എങ്കിൽ ഇവിടുന്നാണ് ആ സ്മാർട്ട് ക്ലാസ് റൂമാണ് റെക്കോർഡിംഗിൽ അത് പിന്നെയും കഴിയുമോ. എന്റെ വീട്ടിലാണ് റെക്കോർഡിംഗിന് ഇപ്പൊ ഞങ്ങളെ 3 പേരും കൂടി അവിടെ റെക്കോർഡിംഗിന് വന്നതെങ്കിൽ പുതിയ കാലത്തൊക്കെ അറിയിച്ചിരിക്കും. റെക്കോർഡിംഗിന് വന്നതെങ്കിൽ അജിമാഷിന്റെ കാണുന്നു, അജിമാഷ് ഒന്നുകിലെ കുഞ്ചു ലേച്ചിന്റെ മുകളിൽ ഉണ്ടാവും അടുത്തത്, അവിടെ ചപ്പാത്തി വെക്കാൻ പറ്റുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റത്ത് ഒരു നാട്ടുമാങ്ങ ചെറുതാഴ്ച ഒഴിച്ചു വെക്കാൻ പറ്റാത്ത അങ്ങനെ വിട്ടുകയറണം. ആ മാങ്ങ ഇവിടെ ടോർച്ച് പോലും ഇല്ലാതെ ഓടിക്കൊടുത്തിട്ടുണ്ട്, ഓർക്കുന്നില്ലാത്ത അല്ലെങ്കിൽ പൊത്ത ചിലപ്പോൾ ബാക്കിൽ അതിന്റെ അപ്പുറത്തേക്ക് കെട്ടി വെച്ചിട്ടുണ്ടാവും. ഈ പോലെ എല്ലാവരും രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് കൃത്യമായ ഒരു സമയത്ത് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേരുന്നു. അതുപോലെ വളരെ തിരക്ക് പിടിച്ച ജോലികളിൽ നമ്മൾ രാവിലെ മുതൽ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലേക്ക് കുട്ടികളുമായി സംബന്ധിച്ച് വളരെ സന്തോഷത്തോടുകൂടി സമയം പോകുന്നത് അറിയാതെ നമ്മുടെ ദിവസം കഴിച്ചു കൊടുക്കുന്നവരാണ്.
അങ്ങനെയുള്ള ഈ അധ്യാപകർക്ക് വിശ്രമ ജീവിതം, സുപ്രഭാതത്തിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമം, ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഒരു വിഷമം എന്തായാലും ഉണ്ടാകും. ഇവരുടെ മുന്നിൽ കാണുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം പറയുകയാണ്, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഇവരുടെയൊക്കെ മുഖത്ത് നമുക്കറിയാം, വിരമിച്ച് പോകുമ്പോഴേ എല്ലാവർക്കും സ്കൂളിൽ വിട്ട് പോകുമ്പോഴേ വേദന തന്നെയാണ്. പക്ഷെ ഇതൊരു പിക്നിക്കായി മാറ്റിയിരുന്നെങ്കിൽ, ഒരു വൺ ഡേ ടൂറായി മാറ്റിയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇതുപോലെ സംസാരിക്കുമ്പോഴേ ഇത്രത്തോളം പ്രയാസം ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ കൂടെ ഒരു ഉല്ലാസയാത്ര പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ കുട്ടികളെ കൂട്ടി ഇപ്രാവശ്യം ഇവിടെ യാത്ര പോയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ കുട്ടികളെ കൂട്ടി ആവില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇവരുടെ കൂടെ ഒരു നല്ലൊരു എൻജോയ്മെന്റ് ആയിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഞാൻ പറയാം. കാരണം നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഞാൻ ടീച്ചറുമായി വ്യക്തിപരമായി സംസാരിച്ചു. അപ്പോഴാണ് ടീച്ചർ യഥാർത്ഥ സ്വഭാവം നമുക്ക് മനസ്സിലാവുക. അപ്പൊ നമ്മൾ പുറമെ കാണുന്ന ടീച്ചറായിരിക്കില്ല വ്യക്തിപരമായി സംസാരിക്കുന്നത്. അത്രയും ഞാൻ ടീച്ചറോട് അടുത്ത് 2 മാസം മുമ്പായിട്ട് കുറച്ച് നേരം പോയി നമ്മൾ ശ്രമിച്ചപ്പോൾ എല്ലാവർക്കും വിദ്യാർത്ഥികൾ പോയ സമയത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാൻ ടീച്ചറോട് സംസാരിച്ചപ്പോൾ ടീച്ചർ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ്. നമ്മളെ എംപ്ലോയ്മെന്റ് ഇല്ല. അതുപോലെ എന്തെങ്കിലും ചെറിയ സംഗതി ജീവിക്കാനാണ് താല്പര്യമുള്ള രൂപത്തിലാണ് അങ്ങനെ ഒരു സംസാരിച്ചത്. ഇത്രയും ഡിസിപ്ലിനും കഴിവുള്ള ഒരു ടീച്ചർ ഇത്രയും സമൂഹത്തിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്ന് ടീച്ചറോട് ഞാൻ വളരെ ഭീകരമായി അഭ്യർത്ഥിക്കുക. അതിനുള്ള കഴിവും പിന്നെ കുടുംബപരമായ സാഹചര്യവും അതുപോലെ അതിനുള്ള വിദ്യാഭ്യാസ അറിവുകളും എല്ലാം ചേർന്ന സ്നേഹ ടീച്ചർ എന്തായാലും റിട്ടയർ ചെയ്ത നല്ല പൊതുരംഗത്ത് വളരെ ആക്റ്റീവായിട്ട് ഉണ്ടാകണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. മറ്റു ടീച്ചറെ കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ ഈ ഏറ്റവും ലാസ്റ്റ് നമ്മളെ രാവിലെ 9 ഓരോ സബ്ജക്റ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കാൻ പറ്റും. ഞാനൊരു 10 മിനിറ്റ് വെറും 10 മിനിറ്റ് വൈകി ടീച്ചർ കുട്ടികൾക്ക് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ വൈകിപ്പോയല്ലോ സാർ. അപ്പോൾ പെട്ടെന്ന് നമുക്കത് പറയാൻ ടീച്ചറോടൊന്നും പറയാം, വളരെ ഗൗരവത്തോടാണ്. അപ്പോൾ പെട്ടെന്ന് ടീച്ചറെ പ്രകൃതി മനസ്സിലാക്കാത്തവർക്ക് അത് ടീച്ചർ മോശം ടീച്ചറാണെന്ന് തോന്നിപ്പോയി. പക്ഷേ ഒരു എക്സമിന്റെ ഡ്യൂട്ടി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ടീച്ചറെ മേന്മ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ഓരോ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ്, നിർബന്ധമാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കുറച്ച് വാക്കുകൾ ഞാനിവിടെ സംസാരിക്കുന്നത്. സലീം പറഞ്ഞ രീതിയിൽ നമ്മുടെ സ്റ്റാഫ് മുഴുവൻ സംസാരിക്കണമെന്നത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നേരത്തെ പലരും ഇവിടെ പരാമർശിച്ച രീതിയിൽ തന്നെ അധ്യാപകനെ സംബന്ധിച്ച് തലമുറകളുടെ മാറ്റം, തലമുറകളുടെയും സംസ്കാരത്തിലൊക്കെ മാറ്റം സമൂഹത്തിലൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂല്യങ്ങളിൽ വരുന്ന മാറ്റം, സാമൂഹികമായ മൂല്യങ്ങളിൽ വരുന്ന മാറ്റമൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഒരു മൂല്യം നിറഞ്ഞ ഒരു തലമുറയെ പ്രതിനിധീകരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരാണ് നമുക്കിന്ന് ഇവിടെ ലഭിക്കുമെന്നുള്ളത് സങ്കടകരമായ വസ്തുതയാണ്. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ പ്രധാനാധ്യാപികയായ സ്നേഹ ടീച്ചർ. അപ്പോൾ സ്നേഹ ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇളക്കു കൈവശമുള്ളവരെയും വിശ്വം ദീപമയം എന്ന ഉള്ളോട്ട് വരികയുണ്ട്. ആ വഴി അന്വർത്ഥമാക്കുന്ന ഒരു അധ്യാപികയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്ന് വലിയൊരു ക്രെഡിറ്റ് അജമാനത്തിൽ പറയുന്നത് സ്കൂൾ ഡാൻസ് സ്കൂളിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭാഗമായിരിക്കാണ് ഡാൻസിന്റെ പ്രവർത്തനം. ഒരുപാട് കുട്ടികളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസ്ഥ, അതുപോലെ നമ്മുടെ സ്കൂളിലെ വിവിധ പരിപാടികളൊക്കെ തന്നെ വളരെ എന്താ പറയുക കളർഫുള്ളായി മാറ്റുന്നതിന് ഡാൻസ് വളരെ പ്രയോജനമാകുന്നുണ്ട്. ആ രീതിയിലുള്ള അജമാനത്തെ പ്രവർത്തനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എന്റെ ഓർമ്മയിൽ അതേ ചേർന്നത് മുതൽ സ്കൂളിന്റെ വിവിധ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഓരോ ആണ്ടിലും അജമാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനം ഈ ദിനങ്ങളിൽ മിക്കവാറും ഞാൻ സ്കൂളിൽ വരാറില്ല. പക്ഷേ ഇന്ന് ഫോട്ടോയിൽ നോക്കി കാണാൻ പറ്റും
10ഉം 25 വർഷം മുമ്പുള്ള ഫോട്ടോയിൽ പോലും അജയമാർ കാണുന്നത് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പ്രധാനപ്പെട്ട എല്ലാ ഫംഗ്ഷനുകളിലും അജയമാർ സാന്നിധ്യമുണ്ട്. ആ രീതിയിൽ നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഇനിയും നമുക്ക് അദ്ദേഹത്തിന്റെ സേവനം നമ്മുടെ വിദ്യാലയത്തിൽ ലഭിക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അദ്ദേഹം സാമൂഹ്യ സാംസ്കാരികങ്ങളിലേക്കൊക്കെ തന്നെ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ആ വാക്കുകൾ നിർത്തുകയാണ്. അതുപോലെ പിന്നെ അടുത്ത പ്രമേയ ടീച്ചറാണ്. എനിക്ക് വളരെ ചുരുക്കം ലേഡി ടീച്ചേഴ്സ് പെൺ സുഹൃത്തുക്കളായിട്ടുള്ളൂ. ഞാൻ തുറന്നു പറയാം, ഞാൻ ചേർന്ന മുതൽ അതിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പ്രമേയ ടീച്ചർ. പിന്നെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുന്ന ലേഡി ടീച്ചർമാരിൽ ഒരാളാണ് പ്രമേയ ടീച്ചർ. എന്താ വെച്ചാൽ അത്രയും നമ്മുടെ ഏകദേശം ഒരേ സമയത്ത് പിന്നെ ചേർന്നവരാണ്. അടുത്ത സ്റ്റാഫുകളുണ്ട്, ഇരുന്നവരാണ്, ഒരേ വിഷയക്കാരാണെന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ ഒരു എൻ്റെ ജ്യേഷ്ഠത്തി ആയിട്ടുള്ള ഒരു അത്രയും ഒരു അടുത്ത ഒരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വിളിച്ച് വളരെ സംസാരിച്ചു. അങ്ങനെയൊക്കെ പിന്നെ ടീച്ചർ സ്കോളർഷിപ്പിനെ പറ്റി ഞാൻ പറയാൻ ആളല്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ചിലപ്പോൾ ഒരു 12 പ്രാവശ്യം ബ്ലാക്ക് ബോർഡിൽ എഴുതിയതിലുള്ള അക്ഷരത്തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ആ സമയത്ത്. അപ്പൊ എനിക്കതിൽ യാതൊരു പ്രയാസവും തോന്നിയില്ല. അക്ഷരത്തെറ്റുകൾ ബ്ലാക്ക് ബോർഡ് എഴുതിയ സമയത്ത് ടീച്ചർ പറഞ്ഞു ആ ചെയ്തിരിച്ചൊരു പേഷ്യൻ്റ് അക്ഷരത്തെറ്റ് എഴുതിയത് ചിലപ്പോൾ ഓർക്കാതെ എഴുതി പോയതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള തിരുത്തൽ ടീച്ചർ പല കാര്യങ്ങളിലും ഇടപെടുന്ന സമയത്ത് എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ വായിക്കുന്ന പുസ്തകങ്ങൾ കണക്കില്ല ഒരു മികച്ച ഗ്രന്ഥശേഖരം ടീച്ചറെ വീട്ടിലുണ്ട്, ഒരു ലൈബ്രറി. ആ ടീച്ചർ തന്നെ നല്ല വായനക്കാരനാണ്, നല്ല ഗ്രന്ഥശേഖരമുണ്ട്, നല്ലൊരു വായനക്കാരിയാണ്. ലാലനും എല്ലാം ഇവർക്ക് ഉണ്ടായിരുന്നു. എപ്പോഴും എന്താ പറയാ, സങ്കടം കൊണ്ടാണ് ആദ്യമേ വരാതിരുന്നത്. ഒന്നും പറയാൻ പറ്റില്ലാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെയും ഞാൻ പറയാതിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെയും ഒരു വേദനയാണ്. കാരണം ഇന്ന് നമ്മളിവിടെ നിൽക്കാൻ കാരണം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച 5 പേര് തന്നെയാണ്. അത് കൂടുതലായിട്ട് ഒന്നും പറയാൻ ഇവർക്കറിയാം എൻ്റെ മനസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാവിധ ആശംസകളും. ഞാനൊരു യാത്ര ഏർപ്പാടായിട്ട് കരുതുന്നില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്നു. ഞാനും ആ സമയത്ത് അവരുടെ കൂടെ ആ കുടുംബത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയണേ എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം 10 ഏറെ ഞാൻ ഇവിടെ സ്നേഹിച്ചിരുന്നു 5 പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സ്നേഹം ഇവിടെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമസ്കാരം. ഒരുപാട് വർഷത്തെ സേവനം ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന 5 വിജയികളാണ് ഇന്ന് തിരുവോട്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരിടുക. സാമ്പത്തികപ്പെടുത്തലാണെങ്കിൽ ഒരുപാട് വർഷങ്ങളിലൂടെ സ്കൂളിൽ എല്ലാ നിലയിലും അക്കാദമിക് നിലവാരത്തിലായാലും കലാ കായികമേഖലയിലായാലും എല്ലാ തരത്തിലും മുന്നോട്ടിലേക്ക് നയിക്കുന്നത് നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അതിന് ഇതുപോലെ അഭിമാനത്തോടെ ഈ കളയിലേക്ക് പോകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമതായി മധ്യമാണ് മൂന്ന് സ്കൂളിൽ ഈ ഓർമ്മ സംസാരിക്കാനും ഈ സ്കൂളിൽ നിന്ന് ചേരാനും ഇടയാക്കുന്നതിൽ 5 മാസം ചികിത്സകളും ഇതുപോലെ നടക്കേണ്ടതാണ്. ദിവസമുണ്ട് കുട്ടികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കപ്പലുണ്ടായി. ആ കപ്പല് മുങ്ങിയപ്പോൾ ഒരുപാട് അവർക്ക് ഇവിടെ പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കുകളൊക്കെ രക്ഷപ്പെടുത്താൻ 5 മാസത്തിലുള്ള വ്യക്തി ഉണ്ടായത് മാത്രമാണ് നിങ്ങൾക്ക് നിൽക്കുന്നത്. അതിനോട് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്കൂളിനെ ഈ രീതിയിൽ എത്തിക്കുന്നത് അദ്ദേഹത്തിനാണ്. ഓരോ കാര്യത്തിലും സ്കൂളിൻ്റെ A to Z ആണ് ഇതുമാണ്. ഒരുപാട് പ്രവർത്തനം വോളിബോളിനായാലും ബാൻഡ് സെറ്റായാലും സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിലും സജീവമായ പങ്കാളിത്തം അദ്ദേഹത്തിന് നടത്തിയുണ്ട്. അദ്ദേഹത്തിന് എന്നെ സംബന്ധിച്ച് വളരെ തീരുമാനമായി കണക്കാക്കിയാണ് ഇതിനോട് അഭിനന്ദിക്കണം. ഒരുപാട് വർഷക്കാലം അത് സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ട് പിന്നെ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് പ്രമോഷൻ വളരെ നമ്മളേതായതുകൊണ്ട് കെട്ടിടത്തിനുള്ളിൽ ചെയ്യുന്ന നമ്മുടെ ബഹുമാന്യരായ അധ്യാപകർ ഒരുപാട് വർഷക്കാലം നമ്മുടെ കൂടെ
ദേശ സഹോദരന്മാരായിട്ടുള്ള എല്ലാത്തിനും ഒരു മാതൃക കാണിച്ചുകൊണ്ട് നമ്മുടെ സ്കൂൾ വിദ്യാലയങ്ങളിൽ പരിഗണിക്കുന്ന നമ്മുടെ കുരുശ്രേഷ്ഠ നമ്മുടെ പ്രധാനാധ്യാപികയായ സ്നേഹ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ മാത്സ് അധ്യാപികയാണ്. അതിനുള്ള തർക്ക സ്വഭാവം അത്യാവശ്യമാണ്. അതുപോലെയുള്ള നമുക്ക് മലയാളം ടീച്ചേഴ്സൊക്കെ കുറച്ച് എപ്പോഴും കളിച്ചും രസിച്ചും അല്ലെങ്കിൽ പാടിയും അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ തർക്ക സ്വഭാവം മാത്രമേ ഒരു മാത്സ് പഠിപ്പിക്കാൻ കഴിയും. കാരണം നമുക്കൊക്കെ അറിയാം മാത്സ് നമ്മളൊക്കെ വളരെ പിറകിലായിരിക്കും. 5 പേരാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. സ്നേഹ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴായിട്ട് കുറച്ച് ശാസ്ത്രം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അവിടെ കാര്യങ്ങളിലായിരിക്കും. അപ്പോൾ മനസ്സ് സോഫ്റ്റായിട്ടുള്ള മനസ്സിനെ കാണുന്നത് പലപ്പോഴും അത് ഞാൻ 1-2 പ്രാവശ്യം അങ്ങനെ പോകുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം കുറച്ച് വിഷമത്തിൽ പറയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വളരെ സോഫ്റ്റായി മകനെ പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായി. ഓഫീസിൽ എല്ലാവരും ആ സ്നേഹം അനുഭവിച്ചതാണ്. അച്ഛൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഓഫീസിലെ ഭാഗം തന്നെ പറയാം. ഞാനിവിടെ വന്ന് പറയാൻ സംസാരിക്കണമെന്നുള്ള തോന്നലുണ്ടായിരുന്നു. ആ ഇവരുടെ ഓഫീസിലുമായിട്ട് ഇടപെടുകയാണ്. ഈ കഴിഞ്ഞ SSC പരീക്ഷ സമയത്തുണ്ടായ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നേരത്തെ USS എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ തിരുവനന്തപുരത്ത് പോകാനും അതുപോലെ സ്കൂളിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴേക്ക് ആ സ്നേഹം ആ ഒരു കാര്യത്തിൽ പറയുന്നത് എൻ്റെ ഗുരുനാഥൻ കൂടിയാണ് മറ്റു മാസ്റ്റർ. അപ്പോൾ ഒരു സുഹൃത്തിനെ പോലും സ്നേഹത്തോട് ദേശം പോലെയൊക്കെ പെരുമാറുന്നത് സുരക്ഷിതയെ പറയുകയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെയാണ് സർവീസിലേക്ക് സ്വീകരിച്ചത്. ഒരേ വർഷം ഒരേ മാസം എന്ന് പറഞ്ഞാൽ സ്വീകരിച്ച് വെക്കേഷനൊക്കെ പോയി പഠിക്കുമ്പോഴൊക്കെ അപ്പോൾ ഒരു വർഷം നേരത്തെ തന്നെ അവർക്ക് സർവീസിന് വരാനുള്ള ഒരു ഉണ്ടായ സാഹചര്യം ഉണ്ടായിരുന്നു. അതേ സമയത്ത് കയറാൻ പറ്റില്ല. അത് അവർക്ക് ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സംബന്ധിച്ചിടത്തോളം ഒരു വർഷം നേരത്തെ സർവീസിൽ കയറാനുണ്ടായിരുന്ന സാഹചര്യം ഉണ്ടായിട്ട് കയറാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസം അവരെപ്പോഴും വേദനിപ്പിച്ചത്. അത് ചില സമയങ്ങളിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള പ്രവീൺ ടീച്ചർ എപ്പോൾ മംഗളത്തൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ സ്നേഹത്തോടുകൂടിയാണ് പ്രവീൺ ടീച്ചറെ പെരുമാറി സെറീന ടീച്ചറെ പറ്റി അതുപോലെ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഓഫീസിലേക്ക് ഇനിയും വരേണ്ടവരാണ്. നമ്മളുമായിട്ട് ഇടപെടും എന്നുള്ളതുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത്. അതുപോലെ ജീവിതത്തിലെ നല്ല ജീവിതം ഉണ്ടാവുന്ന എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു സെഷനിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഇവിടെ വന്ന് സംസാരിക്കാൻ യോഗ്യമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ സംസാരിച്ച പലരും സൂചിപ്പിച്ചതുപോലെ 88-90 തൻ്റെ അധ്യാപന മേഖലയിൽ കടന്നു വന്ന പ്രിയ സഹപ്രവർത്തകർ ആ കാലഘട്ടം 1-2 ക്ലാസ് 2 ക്ലാസ് പഠിക്കുന്ന സമയമാണ്. കേവലം 13 വർഷം മാത്രം അധ്യാപക സർവീസുള്ള എനിക്ക് ഇത്രയും വർഷം സർവീസിലിരുന്ന് നമ്മോട് നമ്മുടെ കയ്യിൽ നിന്നും പടിയിറക്കി പോകുന്ന ഈ പ്രിയ സുഹൃത്തുക്കളുടെ മുന്നിൽ തിരകൂട്ടിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതൽ പറഞ്ഞത് യോഗ്യതയുണ്ടോ എന്ന് നമുക്കറിയില്ല.
ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നില്ല. നമ്മളറിയാം, നമ്മൾ ഇരിക്കുന്ന സ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അതൊരു പൊസിഷൻസ് ആയിരിക്കും. ആ പൊസിഷൻ എന്ന് പറയുന്നത് റാങ്കായിരിക്കും. ആ റാങ്ക് എന്ന് പറയുന്നത് അത് ഏത് സ്ഥാനമായിരുന്നാൽ അതൊരു റാങ്കാണ്. ആ റാങ്ക് എന്ന് പറയുന്നത് അതൊരു ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രമുള്ളതാണ്. അതായത് ഒരുപാട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പക്ഷേ നമ്മൾ എങ്ങനെയാണോ ഓരോ വ്യക്തികളോട് പെരുമാറുന്നത്, ഓരോ വ്യക്തികളെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, അതാണ് അവരെ എക്കാലത്തെയും മനസ്സിൽ കൊണ്ടു നടക്കാൻ നമ്മെ സഹായിക്കുന്നത്. അതിനെ നമ്മൾ ഓർമ്മിച്ചിരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. തന്നെയാണ് അന്നും ഇന്നും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ടീച്ചർ വളരെ സ്നേഹത്തോടുകൂടി എല്ലാ പേഴ്സണൽ കാര്യങ്ങളും ചോദിക്കാറുണ്ട്, ഇഷ്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ടീച്ചർ കുറച്ച് സ്ട്രിക്റ്റാണ്, പങ്ക്ച്വലാണ്. അത് എന്നെപ്പോലെ പങ്ക്ച്വലല്ലാത്ത ആൾക്ക് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ടീച്ചർ തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഓടി വരുത്തുന്നുണ്ട്. അപ്പം അച്ഛൻ വഴിയാണ് ഇതിനെൻ്റെ ആളെ പറ്റും. അതുകൊണ്ട് അത് ഒരു വളരെ നല്ല കാര്യമാണ്. പിന്നെ ശൈല ടീച്ചർ പറഞ്ഞുള്ള സാരിൻ്റെ കാര്യത്തിൽ ടീച്ചറുടെ ജീവിതമായിട്ട് നല്ലതാണ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, കുറേ സാരി ഉണ്ടല്ലോ. അപ്പോൾ അത് സന്തോഷമായിരിക്കും ടീച്ചറെ തന്നു കഴിഞ്ഞാൽ. പിന്നെ അജയ് മാഷാണ്. അജയ് മാഷ് ഞാൻ അജയ് കാണുന്നത് LP സ്കൂളിൽ ഞാൻ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് അജയ് മാഷ് ഒരു നാടൻ പാട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് എൻ്റെ പ്രദേശത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ് ചേമ്പുമല്ല ചേനയല്ല ചേരത്തണ്ടെന്ന് പറഞ്ഞത് അല്ലേ? പക്ഷേ അങ്ങനെ ഒരു പാമ്പായിട്ട് ഫിഗറായിട്ടാണ് മാഷ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷേ പാമ്പയല്ല, അജയ് മാഷോട് അന്നും ഇന്നും എനിക്ക് ഭയങ്കര സ്നേഹമാണ്. സത്യം പറയാം, അജയ് മാഷെ കാണുമ്പോൾ എനിക്കെന്തോ എൻ്റെ അച്ഛനെ കാണുമ്പോൾ ഒരു ഫീലാണ് തോന്നുന്നത്. ആ ഒരു ശരീരപ്രതികാരം എന്താണെന്നറിയില്ല. അജയ് മാഷെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ പിന്നെ അജയ് മാഷ ക്ലാസ്സിൽ 9th ജയിൽ അജയ് മാഷ ക്ലാസ്സിൽ ഇരിക്കേണ്ട ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് 9th ജയിൽ ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര സത്യം. മറ്റു കുട്ടികളോട് ഞാൻ അജയ് മാഷ ക്ലാസ്സിലാന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സ്റ്റൈൽ ഓവറായിട്ട് തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ എന്താണ് അജയ് മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ അജയ് മാഷ് തങ്ങളുടെ അനുഭവങ്ങളിൽ തന്നെയാണ് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. ഒരിക്കലും മാഷ് അങ്ങനെ ക്ലാസ് റൂമിൽ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. എല്ലാ കവിതകളും വരികളും മാഷക്ക് ബൈഹാർട്ടായിരുന്നു. അപ്പോൾ 2 വരി മാഷ് 2 ദിവസം കൊണ്ടാണ് എടുക്കുക. പക്ഷേ ആ വരികളിലെ കൂടി മാഷ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുതിർന്നവരെ കണ്ടാൽ ബഹുമാനിക്കണം എന്നുള്ള ആ ഒരു ഇത് മാഷ് എല്ലാ ക്ലാസ്സിലും വളരെ നിർബന്ധമായിട്ട് നമ്മൾ സ്നേഹിച്ചവർ അവർക്കത് ഭയങ്കര നമ്മുടെ ജീവിതത്തിൽ അത് പാലിച്ചിരിക്കണം എന്നുള്ള ആ ഒരു വാല്യൂ ശരിക്കും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അജയ് മാഷിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല, എൻ്റെ അത്ര സ്നേഹമാണ് അജയ് മാഷ്. പിന്നെ അതാണ് പിന്നെ നമ്മുടെ പ്രമീള ടീച്ചറാണ്. അപ്പോൾ പ്രമീള ടീച്ചർ എന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പ്രമീള ടീച്ചറെ എനിക്ക് അറിയാം. പ്രമീള ടീച്ചറെ എപ്പോഴും വളരെ ശാന്തരായി വളരെ ഭാഷയാണ്. പക്ഷെ കണ്ടാൽ നിസാർ മാഷ് പറഞ്ഞ സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ടുള്ള ഒരു ഡാറ്റ അതെപ്പോഴും പ്രമീള ടീച്ചറായിട്ട് ഉണ്ടാവും. ഇപ്പോഴും പേര് വിളിച്ചിട്ടാണ് നമ്മൾ സ്റ്റാഫ് റൂമിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സ്നേഹത്തിലാണ് ടീച്ചർ. നേരത്തെ ഞാൻ എഴുന്നേറ്റതായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞങ്ങൾ ചേരുന്ന സമയത്ത് തന്നെ കടന്നു വരുമ്പോൾ കണ്ട കുറെ മുഖങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിരന്നിരിക്കുന്നത്. ഇവരോരോരുത്തരും നമുക്ക് നൽകിയ ഒരുപാട് സന്ദേശങ്ങൾ അവരുടെ നിരവധി ജീവിത അനുഭവങ്ങളിലൂടെ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രമീള ടീച്ചറെ കൊണ്ട് തന്നെയാണ്. പണ്ട് ഹൈസ്കൂൾ കലോത്സവ വേദികളില് പേടിയോടെ മലയാള കവിതയുടെയും പ്രസംഗത്തിന്റെയും ഒക്കെ ജഡ്ജ്മെന്റിൽ വിളിക്കുമ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്ത പ്രശീല ടീച്ചറും പ്രമീള ടീച്ചറും പ്രഭാതി ടീച്ചറും അജയ് മാഷും ഒക്കെ ആയിരുന്നു എൻ്റെ മുൻ മാതൃകകൾ. പ്രമീള ടീച്ചർ ആ സമയത്ത് തന്നെ എനിക്ക് പരിചയമുണ്ട്. മിതമായി സംസാരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അവർ. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാപ്തിയുണ്ടോ കഴിവുണ്ടോ എന്നുള്ളത് അവിടെ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് വേറെ വാക്കുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് സാങ്കേതികതയുടെ പേരിൽ അല്ലെങ്കിൽ ഔപചാരികതയുടെ പേരിൽ ആശംസകൾ അറിയുകയാണ്. അതേപോലെ പ്രമീള ടീച്ചറെ എനിക്ക് നേരിട്ട് പരിചയം ഉണ്ടായിരുന്നില്ല. സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായും സബ്ജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗവുമായാണ് ഞാൻ ടീച്ചറുമായിട്ട് കുറച്ച് ചെറിയ രീതിയിൽ പരിചയപ്പെട്ടത്. ടീച്ചറും വളരെ മികച്ച ഒരു ഭാഷാധ്യാപികയാണ്
എന്നാണ് ഞങ്ങൾക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാവരുടെയും പ്രസംഗങ്ങളിൽ നിന്ന്. ഇന്നിവിടെ ഇരിക്കുന്ന റിട്ടയർ ചെയ്യുന്ന ഈ 5 അധ്യാപകരും നമ്മുടെ സ്കൂളിനെ ഏറെ പ്രിയപ്പെട്ടവരും ഏറെ വേണ്ടപ്പെട്ടവരുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോ ആളുകളെയും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് പറയാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. എനിക്കറിയാം, ഒരുപക്ഷെ ഈ 5 ആളുകൾ എന്നോട് വളരെ നല്ലൊരു വ്യക്തിബന്ധം പുലർത്തിയ ആൾക്കാർ തന്നെയാണ്. അതായത് ഞാനിവിടെയിലാണല്ല, ഞാൻ തലശ്ശേരിയിലെ ആളാണ്. അപ്പോൾ ഇവിടെ വന്നു, കല്യാണം കഴിഞ്ഞൂടെ വന്നതാണ്. അപ്പോൾ ഈ നാട്ടിലെ ആളുകൾ എനിക്ക് എല്ലാവരും പറയുന്ന പോലെ ഒരാളെപ്പറ്റി എനിക്ക് യാതൊരു വ്യക്തിപരിചയം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അന്ന് ഞാൻ അജയ് മാഷിനെ പറ്റി പറയാം. അജയ് മാഷ് എൻ്റെ ഹസ്ബൻഡ് ഒരു സുഹൃത്തായിരുന്നു. അപ്പോൾ അവരിലൂടെ ഞാൻ അജയ് മാഷിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ നല്ല ഒരു ബന്ധുവെ പോലെ അജയ് മാഷ് വളരെ അടുത്ത് പെരുമാറിയിരുന്നു. അന്നും ഇന്നും പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുകയാണ്. പിന്നെ സ്നേഹ ടീച്ചർ സൂക്ഷ്മമായി ഇവരുടെ ഔദ്യോഗിക ജീവിതത്തെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് 2 സെഷനായതുകൊണ്ട് തന്നെ നമുക്കിവരുടെ അധ്യാപനത്തെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത്രയൊന്നും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. പക്ഷെ ഇന്നാണ് എല്ലാവരും വാക്കുകളിലൂടെയും കൂടുതലായിട്ട് എനിക്കിവരെ പറ്റി മനസ്സിലാകുന്നത്. സ്നേഹ ടീച്ചറാണെങ്കിൽ എനിക്ക് ആദ്യം സ്നേഹ ടീച്ചർ അങ്ങനെ പരിചയമില്ലായിരുന്നു. അപ്പോൾ ആരോടെയും സംസാരിക്കുമ്പോൾ ടീച്ചറോട് സംസാരിക്കും. പക്ഷെ പിന്നീട് സ്നേഹ ടീച്ചർ കാണുമ്പോഴൊക്കെ വളരെ നല്ല സൗഹാർദ്ദപരമായി വളരെ നല്ല ഒരു പുഞ്ചിരിയോടുകൂടി വളരെ അടുത്താണ് പോലെ എപ്പോഴും പെരുമാറാറുണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ടീച്ചറെ സമീപിക്കുമ്പോൾ ടീച്ചർ നല്ലൊരു സമീപനമായിരുന്നു കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് എത്രയൊക്കെ ബിരുദവും കഴിവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മളൊരാളെ പുറത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ആ ഒരു നല്ലൊരു പെരുമാറ്റം, ആദ്യം നമ്മൾ കാണുമ്പോൾ ഒരു പുഞ്ചിരിയും നല്ലൊരു പെരുമാറ്റവും നല്ലൊരു സ്നേഹം. ടീച്ചറെ പിന്നെ ആ ഒരു അച്ഛൻ്റെ പോസ്റ്റിലേക്ക് വന്ന സമയത്ത് കുറച്ച് എല്ലാവരും ഉറപ്പായി സംസാരിക്കുന്ന ഒരാളാണ്, കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആകുന്ന ആളാണ് എന്നൊക്കെയുള്ള ഒരു വാർത്തകൾ അവിടെ നിന്നൊക്കെ കേൾക്കുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ഇന്നേ വരെ ഈ ഒരു സമയം വരെ ടീച്ചറുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചറുടെ നോട്ടത്തിൽ നിന്ന് പോലും ഒരു മോശമായൊരു അനുഭവം എന്നിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ടീച്ചറെ കഴിവായിട്ടും ഞാൻ എൻ്റെ കഴിവായിട്ടും കാണാം. കാരണം നമ്മൾ അങ്ങോട്ട് എങ്ങനെ നിൽക്കുന്നു തിരിച്ചു കിട്ടുമെന്നുള്ള 100% വിശ്വാസം അക്കാര്യത്തിലുണ്ട്. വളരെ കൃത്യമായ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ടീച്ചർ എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അത്തരത്തില് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ മാറുന്നത് നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് നമ്മുടെ ഏതൊരു സ്ഥാപനമാണ്. അതുപോലെ തന്നെ എല്ലാ അധ്യാപകരും ഒന്നിനൊന്ന് മികവുള്ള കഴിവുള്ള അധ്യാപകരാണ്. ടീച്ചർ ആ ഒരു പവറെ കാണിക്കുന്ന സമയത്ത് അത് നമ്മളിലേക്ക് എന്തായാലും വരുമെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമായിട്ട് കാണാം. ഒരു ചിട്ടയായ നേരത്തെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിനും ഒരു കൃത്യത എന്ന് പറയുന്നത് ടീച്ചർ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ടെന്ന് പറയുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും കൃത്യത ഇതുവരെ ടീച്ചർക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിശ്രമ ജീവിതം എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ അധ്യാപകരൊന്നും അത്രമാത്രം പ്രായമായിട്ട് റിട്ടയർ ചെയ്യുന്നതല്ല എന്നുള്ളൊരു തോന്നല് നമുക്ക് എല്ലാവർക്കും. കാരണം വളരെ ഊർജ്ജസ്വലമായ അധ്യാപകരാണ്. എനിക്ക് പറയാം. പിന്നെ അപ്പോ ടീച്ചറുടെയൊക്കെ സേവനം നേരത്തെ മലയാള ഭാഷ പറഞ്ഞ പോലെ അഞ്ചരക്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഔദ്യോഗിക ജീവൻ 56 വയസ്സോട് തീർന്നെങ്കിലും അടുത്തുള്ള സ്ഥലത്തുള്ള ടീച്ചറാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാൻ ഇനിയും ടീച്ചർ നമ്മുടെ കൂടെ ഉണ്ടാവണം. പരമാവധി സംസാരം തുറക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. എന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നത് എൻ്റെ ഒരു വിവാഹം. എല്ലാവരുടെ ജീവിതത്തിലും വിവാഹം കുറച്ച് പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ്. എൻ്റെ കല്യാണത്തിന്റെ ആ ഒരു നിശ്ചയം മുതൽ സർക്കാരത്തിലടക്കം കോവിഡ് കാല സമയമാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് അധികം പേര് പങ്കെടുത്തില്ലെങ്കിലും എൻ്റെ കുടുംബം നേരത്തെ പറഞ്ഞ ജ്യോതിഷർ പറഞ്ഞ പോലെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാലയം, നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളും ഇതൊക്കെയാണ്. ഈ സ്കൂളിൽ നിന്ന് എന്റെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്ത 2 ആളും അജയ് മാഷ് ചെയ്യാറുണ്ട്. അജയ് മാഷ് ഞാൻ ഈ സ്കൂളിൽ ചേരുന്ന പോലെ തന്നെ അജയ് മാഷ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സംഘടനയുടെ ആ ഒരു പ്രവർത്തനത്തിന്റെ ഒരു മേന്മ വളരെ നമ്മുടെ ഓ കന്നാര മാഷയിലൂടെയൊക്കെയാണ് അജയ് മാഷൻ പേര് ഞാൻ കേൾക്കുന്നത്. അപ്പൊ ഇവിടെ വന്ന സമയത്ത് അജയ് മാഷയുടെ വേല ചെയ്യാൻ
ഇപ്പൊ ഈ അജയ മാഷ കാണാൻ പറ്റിയില്ല, ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. അജയ മാഷ് ഇവിടെ ഇല്ല. പിന്നീട് അജയ മാഷ കണ്ടു. അജയ മാഷ് ആദ്യം മനസ്സിൽ ശീതല്ലേ കണ്ടപ്പോൾ തന്നെ അജയ മാഷ് ലോകം ചെയ്തത് ശീതല്ലേ ആ. അപ്പോ അതായത് ഒരാളെ ബന്ധം എന്ന് പറയുന്നത് ഒരു അധ്യാപകന്റെ കഴിവാണ്. അതാണ് ഒരാളെ മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും. നമ്മളങ്ങനെ പ്രവർത്തനത്തിലൂടെ വന്ന സമയത്ത് കൂടുതൽ ആൾക്കാരെ പരിചയമില്ലാത്ത ഒരാളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ നമ്മള് എന്താ പറയാ മരിച്ചാലും ആ പേര് മറക്കില്ല എന്ന് പറയും. അപ്പൊ അത്തരത്തില് അജയ മാഷിന്റെ ഇടപെടൽ, അജയ മാഷിക്ക് ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും പറയുന്ന ക്ലാസ്സിൽ പോകാൻ സമയം കിട്ടാത്ത ഒരു മനുഷ്യനാണ്. കാരണം വെച്ചാൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആരുടെയും എല്ലാവരുടെ കാര്യമായിട്ട് അവസാനം സ്വന്തം കാര്യം മറന്നു പോകുന്ന ഒരു വ്യക്തി എന്നതാണ് അജയ മാഷിന്റെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഇവിടെ വരാനുള്ള വലിയ ഒരുക്കി തന്നെ എൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫിൻ്റെ വിശ്വാസം സുഖമാക്കി വച്ച് അവരെ നിമിഷം ഓർക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ 1997 ജൂണിലാണ് ഇവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്തത്. എന്നിട്ട് ഇന്നിലേർപ്പിച്ച എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഓഫീസ് സ്റ്റാഫ് എല്ലാവരും എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഏതൊരു വീഴ്ച വരുമ്പോഴും എന്നെ പരമാവധി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓഫീസിലൂടെ ക്ലാസ് റൂമിലേക്ക് ഒക്കെ പോകുമ്പോഴും ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, എനിക്ക് ഒരു ടീച്ചറാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ, എനിക്ക് കഴിഞ്ഞില്ലല്ലോ. പക്ഷേ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് 2017-18 അധ്യയന വർഷത്തിൽ എനിക്ക് ടീച്ചിങ് സ്റ്റാഫായിട്ട് പ്രമോഷൻ ലഭിച്ചു. അന്ന് അപ്പം അതിനാൽ എനിക്ക് SLC ഡ്യൂട്ടി, അതുപോലെ PSC ഡ്യൂട്ടി, പരീക്ഷ ഡ്യൂട്ടി, അതുപോലുള്ള എല്ലാ ഡ്യൂട്ടികളും ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് അവരുടെ കളികളും ചിരികളും അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ചുരുങ്ങിയ കാലത്തിൽ മാത്രമേ ടീച്ചറായിട്ടുണ്ടെങ്കിലും ഇന്നലെ വരെ വളരെയധികം സന്തോഷമായിരുന്നു. നാളെ എങ്ങനെയാണ് നമുക്കറിയില്ല. പിന്നീട് ഞാൻ അമ്മ വീട്ടിലാണ് വളർന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ എത്തിയപ്പോഴാണ് ഞാൻ മാമ്പയിലേക്ക്, അതായത് ആനയവട്ടയിലേക്ക് 18 വയസ്സായി. വോട്ടെടുപ്പ് നടക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഞാൻ അഞ്ചാക്കണ്ടി സ്കൂളിലേക്ക് കടന്നു വരികയാണ് വോട്ട് ചെയ്യാൻ. അപ്പോൾ അന്ന് വോട്ട്
ചെയ്ത അതേ മുറിയിലാണ് ഞാനൊരു ടീച്ചറായി ഇരിപ്പിടം തരുന്നത്. അന്ന് ഞാൻ 93-ലാണ് വരുന്നത്. 93-ല് ഞാനൊരു പൂർണ്ണ ഗർഭിണിയായിട്ടാണ് സ്കൂളിലേക്ക് കടന്നത്. പക്ഷെ ആർക്കും അറിയില്ല. സ്കൂളിൽ വന്ന് ജൂലൈ 30. അത് കഴിഞ്ഞ് ഒരു ശനിയും ഞായറും തിങ്കളാഴ്ച ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. സ്കൂളാകെ പോരാ. ഡോക്ടർ വന്ന് എന്തായാലും നിങ്ങൾക്ക് ഒരു 2 ആഴ്ചയിലധികം സ്കൂളിൽ പോകാൻ സാധിക്കും. പക്ഷെ എന്തോ ടെൻഷനും അത് എന്തൊക്കെയോ കാരണങ്ങൾ കാരണം ഞാൻ നേരത്തെ പ്രസവിച്ചു. എന്തായാലും എൻ്റെ മകൾക്ക് ഒരു ടീച്ചർ ആകാനുള്ള ടീച്ചറുടെ മകളാകാനുള്ള ഭാഗ്യമില്ല എന്നേ പറയുന്നു. വീണ്ടും ഉണ്ടായി. 1.5 വർഷം കഴിഞ്ഞ് അപ്പോഴാണ് മമ്മി എങ്ങനെ വായിച്ചതിലേക്ക് ഓർമ്മ വന്നത്. who is happy on Monday is called a retired person. who is happy on Monday. തിങ്കളാഴ്ച സന്തോഷിക്കുന്ന ദിവസം ആ വ്യക്തിയാണ് റിട്ടയർഡ് പേഴ്സൺ. കാര്യം മനസ്സിലാക്കാവുള്ളൂ. ശനിയും ഞായറും അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച വരാനുള്ള പ്രയാസത്തിനിടയിൽ അന്ന് സന്തോഷിക്കാൻ കഴിയുന്നുവെങ്കിൽ അയാളെ നമുക്ക് റിട്ടയർഡ് പേഴ്സൺ എന്ന് പറയാം. അപ്പൊ ആ അർത്ഥത്തിൽ റിട്ടയർ ചെയ്യുന്നവരാണ് നിങ്ങൾ. സർക്കാർ വരെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് നോക്കിയിട്ട് യു ആർ സോ ടയർഡ്, നോ പെൻഷൻ, വി ആർ ഗോയിങ് ടു നോ പെൻഷൻ എന്ന് പറയാം. അതാണ് റിട്ടയർഡ് പേഴ്സൺ. ഇരിക്കട്ടെ. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. വലിയ മഹാനൊന്നും കേട്ടത്. ഇപ്പോ അവസാനം പ്രവീൺ ടീച്ചർ പറഞ്ഞത് ആണ് എന്റെ ഹൃദയത്തിൽ ഉള്ളത്. 1992 92 ജൂലൈ 1-ാം തീയതിയാണ് ഞാൻ അധ്യാപകനായത്. അതിനു മുമ്പേ 3-4 വർഷം പാരന്റ് കോളേജ് അധ്യാപകനായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പാരന്റ് കോളേജിന്റെ അധ്യാപകനാണ് എന്നെ അധ്യാപകനാക്കിയതെന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അവിടെ 10ാം ക്ലാസ് തോറ്റിട്ട് വരുന്ന SSLC ഫെയിൽഡ് കഴിച്ച മക്കളെ പാസ്സാക്കിക്കുക എന്നുള്ള കഠിന പരിശ്രമം, മുഴുവന്റെ എല്ലാ കുട്ടികളെയും പാസ്സാക്കിക്കുക എന്നുള്ള കഠിന ശ്രമം നടത്തിയതിന്റെ ഒരുപക്ഷെ ഗുണമായിരിക്കാം ഇവിടെ സ്കൂളിൽ ഏതെങ്കിലും മക്കളുടെ ഹൃദയത്തിൽ എനിക്ക് ഒരു വിജ്ഞാപനങ്ങളുടെ ഒഴുകുവട്ടം ജനിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ വിശ്വസിക്കുക. അഥവാ അവന്റെ ഹൃദയത്തിൽ എനിക്ക് വിടാനുണ്ടെങ്കിൽ അതിന് കാരണം അതിന്റെ സ്കൂൾ പൂർവ്വ ജീവിതമാണ് എന്ന് ഞാൻ വിശ്വസിക്കുക. പറഞ്ഞല്ലോ, അവർക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നത് 92 അതേ വർഷം തെരഞ്ഞെടുത്തു. ടീച്ചർമാരുടെ പറഞ്ഞത് ഞാൻ 2 വർഷം പറഞ്ഞതാണ്. സത്യമാണ്. ഹൈസ്കൂളിന്റെ ചരിത്രത്തില് ഇതുവരെയും എന്റെ നിയമനം പോലെ ചൂടേറിയ വാഗ്വാദങ്ങൾക്ക് ശേഷം ഒരു നിയമനം നടന്നിട്ടില്ല. അന്നും ഇന്നും എനിക്ക് ഓർമ്മ.
10-20 അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു ഗവൺമെന്റ്. ഇവിടെ അതുപോലെ മലയാളം അധ്യാപകനായിട്ട് ശ്രീ നോക്കണം. അദ്ദേഹം PSC ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയ ഒഴിയിലേക്കാണ് അപേക്ഷകരായിട്ട് 10-20 അധികം ആളുകൾ. അവസാനം ഒരു കാരണവശാലും ഇയാൾ സ്കൂളിൽ ചേർക്കില്ല എന്നൊരു പക്ഷവും എന്ത് വന്നാലും ഇയാൾ സ്കൂളിൽ ചേർത്തിരിക്കും എന്നൊരു പക്ഷവും. അങ്ങനെയായപ്പോൾ ഇരുപക്ഷത്തോടുള്ള മുഴുവൻ കാൻഡിഡേറ്റിനെയും വിഡ്രോ ചെയ്യിച്ചു. 2 ആളുകൾ മാത്രം നേരത്തെ മത്സരം. ഒരു പക്ഷത്ത് ബഹുമാനപ്പെട്ട ന്യായം, മറുപക്ഷത്ത് ഇന്ന് മാതൃഭൂമി സീനിയർ പ്രസിഡന്റ് എഡിറ്ററായിട്ടുള്ള ശ്രീ എന്റെ പ്രിയ സുഹൃത്ത് തന്നെയാണ് അമ്മമിത്രമാണ് ശ്രീ ജനകരൻ കൂട്ടിയാണ്. ഞങ്ങൾ 2 സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പലപ്പോഴെ വക്കീലാണ്. ഞങ്ങളാണ് ഇവിടെ ഏറ്റവും അവസാനം വിജി എന്റെ പ്രശ്നമായി. ഞാനിപ്പോൾ ജനങ്ങളോട് പറയാൻ നമുക്ക് രക്ഷപ്പെട്ടു. കാരണം ചേരാതിരുന്നുകൊണ്ട് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഏറെ ശ്രദ്ധേയമായ പോലെ ഇറങ്ങാൻ കഴിയുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇന്ത്യയോട് മോശമായിട്ടൊന്നും പറയില്ല, പക്ഷെ ജനങ്ങളുടെ യോജിച്ച് നയിക്കാൻ കഴിയില്ല. അവിടെ തന്നെ നിയമിക്കാൻ മുൻകൈ എടുക്കാൻ നേരിട്ട് പറയുന്ന വ്യക്തികൾ ഒന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ സുകുമാരൻ, പ്രിയപ്പെട്ട സുഹൃത്ത്. മറ്റൊന്ന് അന്ന് എന്റെ പേര് മാനേജ് കമ്മിറ്റി പ്രപ്പോസ് ചെയ്ത 8 മാസം മുമ്പേ നിര്യാതനായ ശ്രീ കെ ടി വാസുദേവൻ, പ്രസിഡന്റ്. ഇതിനെല്ലാം ഉപരി ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുന്നത് ചെയ്യുന്ന അതിക്കുമാർ അതിക്കുമാർ സാറിന്റെ അച്ഛൻ ഞങ്ങൾ കൊണ്ടിരിക്കുന്നു. ഒരു കാരണവശാലും എന്റെ പക്ഷത്ത് നിൽക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. എന്നിട്ടും എനിക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. അദ്ദേഹത്തിന്റെ പക്ഷം ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ നിന്ന്. കാരണം അദ്ദേഹം DCCയുടെ ട്രഷറായിരുന്നു, ജില്ലാ ട്രഷറായിരുന്നു. എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് വാദിച്ചെന്ന് അദ്ദേഹത്തിന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. ആ മഹാരഥനെ മറന്നുകൊണ്ട് എനിക്ക് സുഹൃത്തെ പഠിക്കാൻ കഴിയും. അതുകൊണ്ട് മറ്റൊരാളായിരുന്നു റീകത്തിച്ചെടുക്കാതെ അങ്ങനെയാണ് റീകത്തിച്ചെടുത്ത ഇടത്തൊന്നും പോയിരുന്ന മാനേജറായി പോയിരുന്ന മറുചേരി കാര്യങ്ങളിൽ പോലും എനിക്ക് വേണ്ടി ബാധിച്ചവരായിരുന്നു. നിങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ ഞാൻ തിരിച്ചറിയുന്നത് അവരാരുടെയും പ്രതീക്ഷയെ അസ്ഥാനത്താക്കിയിട്ടില്ല എന്ന്. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള എന്റെ ജീവിതം യഥാർത്ഥമായി ജയരാജ്യമായി ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം ഞാനാണെങ്കിൽ ഒരുപാട് വ്യക്തികളുണ്ട്. പ്രധാനമായിട്ട് തന്നെ മാതാപിതാക്കളുടെ അച്ഛനമ്മമാണ്, അവരെ വളർത്താൻ പറ്റില്ല. പിന്നെ എന്നെ ഇവിടെ എത്തിക്കാൻ അച്ഛനോടൊപ്പം എന്റെ അച്ഛനായി വന്ന മറ്റൊരച്ഛൻ, എന്റെ ഇടയച്ഛൻ. അപ്പോ എല്ലാവരും ഒരാളുടെ മനുഷ്യനായതുകൊണ്ട് സമയത്തെ പാഠം എടുക്കാൻ കഴിയാറില്ല. പിന്നെ യാന്ത്രികമായ പഠനം എടുക്കുന്നതുകൊണ്ട് താല്പര്യം ഇങ്ങനത്തെ ഒരു മനുഷ്യരുമാണ്. ക്ലാസ് റൂം ജീവിതത്തിലാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുകയും ഒരാൾ എത്ര തന്നെ കടപ്പാടാക്കിയാലും ചെയ്യുകയാണ്. യോഗ്യതയുടെ പറഞ്ഞതും ശരിയുടെയും ശരിയുടെയും ടീച്ചിങ്ങോട്ട് പഠിക്കാൻ കഴിയില്ല. അവസാനം അങ്ങനെയാണ് അവർ പറഞ്ഞൊരു വെള്ളം എടുക്കുകയും പലർക്കും അത് വെച്ചെടുക്കുക എന്ന പരിപാടിയാണ് ചെയ്യാറുണ്ട്. ആദ്യത്തെയാണ് അതുകൊണ്ട് പ്രശ്നമുണ്ട്. ടീച്ചിങ്ങോട് എന്തിനാണ് നമ്മൾ കൂടിയൊരു സമയത്താക്കാൻ അവസ്ഥ. അപ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് നോക്കുകയാണ്. അല്ലെങ്കിൽ അത് വളരെ ശരി നിങ്ങൾക്ക് നിങ്ങളാണ് കുട്ടികളുടെ ഇടയിൽ
കുട്ടികളുടെ ഹൃദയത്തിൽ ഇടം നേടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മാറും. അതിന് അവരുൾക്കൊള്ള ജാഗ്രത ശാസിക്കരുത്, ശാസിക്കുക, ശിക്ഷിക്കുക, ശിക്ഷിക്കുക. വേറെ സെൻസിൽ അനുഭവം നോക്കണം. എന്ത് ശിക്ഷിച്ചാലും കുട്ടികളെ തൊട്ടടുത്ത നിമിഷം ബോധ്യപ്പെടുത്തിയിരിക്കുക. പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കല്യാണം തന്നില്ലോ, നമ്മൾ ദേശീയ ഔദ്യോഗികല്ല തല്ലി കഴിഞ്ഞാൽ രാജ്യത്ത് പറയാം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പ്രശ്നം എനിക്ക് നൽകിയത് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ പറയും. ആ ചെയ്യുന്നത് അത് നമുക്ക് പറയാൻ അവരോട് അംഗീകരിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് ഈ ശിക്ഷ അർഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും കുട്ടികൾ തുറന്നതാണ്. അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ല സർക്കാർ അല്ല ചെയ്തത് പറഞ്ഞു ഇംഗ്ലീഷ് എന്ന് അപ്പോൾ തന്നെ പറയുന്ന ഒരു നടിയും ഞാൻ എന്നെ കുറിച്ച് ഇഷ്ടപ്പെടുന്നത് ഒരു കാര്യമാണ്. നല്ലോണം ബന്ധങ്ങൾ ചെയ്ത പണി ഞാൻ അവരുടെ ഒരു പ്രിൻസിപ്പിൾ കാലം അവരോടൊപ്പം ആരെക്കാലം ഞാൻ ഉണ്ടാകുമെന്ന് എന്നെ പോകുന്നത് എനിക്ക് പ്രശ്നക്കാരോട് വീട്ടിലേക്കല്ല. ഇപ്പോഴൊക്കെ മുമ്പൊക്കെ പഠിച്ചു പോകുന്ന ആളുകൾക്ക് അരിയില്ല ശരിക്കും പറഞ്ഞില്ല. ഇപ്പോഴും കുടുംബത്തിൽ കഷ്ടങ്ങളാകുന്നതുകൊണ്ട് ഇപ്പോഴും ചെയ്യുന്ന ഭാഷ ഇപ്പോഴും ദൈവമായി വിൽക്കാൻ തുടങ്ങുന്നു. പക്ഷെ കുടുംബത്തിന്റെ അവസ്ഥ ആവുകയും കഴിയാറില്ല. അവരുടെ വാക്കുകൾ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ സംഭവം അത് ബോധത്തോടെ എന്റെ ജീവിതത്തിന്റെ സുധാരണത്തിന്റെ ഭാഗമായി ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കണം എന്ന് മാത്രമേ, ക്ഷമിക്കണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കാനുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ശിക്ഷകങ്ങൾ അല്ലെ, എന്നെ ഒരുപാട് ഇവിടെ പോയി പോയാ മുമ്പ് ക്ലാസ്സിലായിരുന്നു. ഉച്ചക്കാലത്ത് വെള്ളമായിക്കൊണ്ടല്ലേ കുടിക്കാതെ വെള്ളം ഒരു വർഷം വന്നിട്ടുള്ളവരാണ് എല്ലാം തിരിച്ചതും. അവരോട് പറഞ്ഞു ഞാൻ ചമ്മ പറയുന്ന ഞാൻ എന്നെ വെള്ളം കുടിപ്പിച്ചല്ല ക്ഷമിച്ച പ്രിയപ്പെട്ട മകളെ ഞാൻ ഇനി നിങ്ങളോട് ഞാൻ പറയുന്നത് പഠിക്കുന്നവർക്ക് മാത്രമല്ല എല്ലാവരും നമ്മളെ പരിഗണിക്കും. ശ്രദ്ധിക്കണം. ഏത് സന്ദർഭത്തിലാണ് നമ്മുടെ സഹായം പൊതുസമൂഹത്തിന് വേണ്ടി വരികയാണ് അറിയുന്നത്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മുടെ വിജയേഷ് കുടുംബത്തിലെ വീടെടുത്ത് കൊടുത്തുവരുന്നു പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ ബാച്ചുകാരുടെ നമ്മുടെ സ്കൂളിൽ അവർ കടന്നു പോകുന്നത് നേരിടുകയാണ്. കാരണം ആ ഒരു അവർക്കിവിടെ ഒന്ന് സമീപിക്കാൻ ഏതെങ്കിലും തലയുണ്ട് എന്ന് കാണുമ്പോഴാണ് അവർക്ക് വരാൻ കഴിയുന്നുണ്ടാകുക. ആ രീതിയിൽ ആണ് നമ്മൾ കാണുന്ന പഠനത്തിൽ മാത്രം പോകുന്നവർ മാത്രമല്ല, വളരെയധികം ഉദാര മനസ്സുകളുടെയുള്ള വിശാല മനസ്സുകളുടെയുള്ള മക്കളെയാണ് നമ്മൾ ഇടുന്നത് പുറത്തേക്ക് ഓരോ വർഷവും പറഞ്ഞു വിടുന്നത്. അവർ നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമ്മെ അന്വേഷിച്ച് ഒരാവശ്യത്തിലേക്ക് മറ്റൊരു ആവശ്യത്തിന് വരും അവരുടെ കൂടെ നിൽക്കുകയാണ്. അക്കാലത്ത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വരുമ്പോൾ അന്ന് നിങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞു വരുമ്പോൾ മറ്റുള്ളവർക്ക് അവരെ അറിയില്ലായിരിക്കും. പക്ഷെ അവർ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ ഓരോ കാലത്തും ആവണം. അത്തരത്തിൽ ഇപ്പോ ഒരു സംരംഭം നടക്കുന്നുണ്ട്. നമ്മുടെ വിവാഹത്തിലെ 2 മക്കളെ അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ ഇല്ലേ, അച്ഛൻ നഷ്ടപ്പെട്ട അമ്മ 3 മക്കൾ നിങ്ങൾക്ക് കൊടുക്കുന്നതിന് ലൈസൻസ് എടുക്കുന്ന വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളാലാവുന്ന സഹായം ദൈവത്തോട് പറഞ്ഞിട്ടുള്ളവരുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി നമുക്ക് സമാഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന, നമുക്ക് സ്പോൺസർ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇടമില്ല. മക്കളുടെ, രക്ഷിതാക്കളുടെ, നാട്ടുകാരുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഇടമുണ്ടാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ കഴിയും. നാട്ടിൽ എല്ലാ പ്രശ്നത്തിലും ഇടപെടാൻ കഴിയും. അധ്യാപനം എങ്ങനെയാണ്? പഴയ അധ്യാപകൻ നാട്ടിൽ എന്ത് പ്രശ്നമുള്ള ആദ്യം ആസ്വദിക്കും, വിഷമാസ്വദിക്കും, അല്ലെങ്കിൽ ഓർമ്മ ആസ്വദിക്കുന്ന പറയും. ഓർമ്മകൾ അല്ലാതെ വിഷമങ്ങളൊക്കെ ആസ്വദിക്കാൻ എല്ലാം അറിയുന്ന ചെയ്യുന്ന ആളായിരുന്നു. ആ അർത്ഥത്തിൽ സമൂഹം അംഗീകരിച്ചവരാണ്. അത് ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങൾക്കാവണം. എല്ലാവർക്കും കഴിയും. നമ്മുടെ സ്കൂൾ ഉത്തരോത്തരം ഉയർന്ന കാരണം ഏറെ ആഗ്രഹിച്ചുകൊണ്ട് അത് നിങ്ങളുടെയൊക്കെ കൂട്ടായൊന്നും മാനേജ്മെന്റിനും PTA നൽകണം പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. ഇവിടെ നിൽക്കേണ്ടത് ഞാൻ ഇവിടെ SSLC കഴിഞ്ഞ് ഗവൺമെന്റിലാണ് ഇവിടെ ചേരുന്നത്.
നമുക്കറിയാം 77 മുതൽ 5 വർഷക്കാലം മുതൽ വിദ്യാർത്ഥിയായിരുന്നു. 97 മുതൽ 2030 വർഷം 9 മാസം കൃത്യമായി സാങ്കേതികമായി 30 വർഷം ആണ് എനിക്ക് സർവീസ് ഉള്ളത്. അതിൽ നമുക്ക് 5 വർഷം കൂടി കിട്ടിയാൽ ഈ 46 വയസ്സെനിക്ക് കൃത്യം 36 വർഷം എന്റെ ജീവിതം ഈ സ്കൂളിലെ ഓരോ ഉൾക്കൊള്ളിക്കുമ്പോഴും ഓരോ വളർത്തരികയും ആണ് എന്നത് ഞങ്ങൾക്ക് നിങ്ങൾ പലപ്പോഴൊക്കെ ആവില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെക്കാളൊക്കെ ഈ സ്കൂളിനോട് എനിക്ക് അത്രമാത്രം ഹൃദയബന്ധം ഉണ്ടാകുന്നു. അതിന്റെ സാധ്യതയാണ്. എന്റെ സ്കൂളെന്ന് നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളെക്കാൾ എത്രയോ ഉള്ളതെന്ന് എനിക്ക് പറയാൻ കഴിയുന്നത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ധരിപ്പിക്കുന്നില്ല. ടീച്ചറുകൂടി എത്തിയിട്ടുണ്ട്, ഹെഡ് ടീച്ചറുണ്ട്. എന്തായാലും സമയം ഒരുപാട് പോയി. നിങ്ങളുടെ എല്ലാ നല്ല മനസ്സ് ഞങ്ങൾ ഇത്രയും സമയം സഹിച്ചതിന് ക്ഷമിക്കുന്നു. ഹൃദയത്തോട് നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഔപചാരികമായി വിട പറയുകയാണ്. നമുക്ക് കാണാം, 31 കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് കാണാം. നന്ദി. നന്ദി കഴിഞ്ഞു. എനിക്ക് അതിയായ സങ്കടമുണ്ട്. മനസ്സാൽ രാവിലെ മുതൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് അതിലേറെ വിഷമമുണ്ട്. പിന്നെ എൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ്. എന്തോ നിർഭാഗ്യം എന്ന് പറയട്ടെ, അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനൊരു അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത വിഷമമുണ്ട്. എന്നാലും ഇപ്പോഴെങ്കിലും ഇവിടെ ഒന്ന് വരാൻ പറ്റിയതിൽ സമാധാനം. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. എങ്കിലും നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് സ്കൂളിൻ്റെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും അവരവരെ മക്കളെ സ്കൂളിൽ തന്നെ പഠിപ്പിക്കുക. എൻ്റെ ടീച്ചറും പ്രമീള ടീച്ചറും ഒക്കെ കുട്ടികളെ ഇവിടെ പഠിച്ചിട്ടാണ് ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും അവരെ മക്കളെ സ്കൂളിൽ തന്നെ പ്രവർത്തിക്കണം. ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും സ്കൂളിൻ്റെ ഏത് കാര്യത്തിന് വേണ്ടിയും നാം പ്രവർത്തിക്കുന്നതായിരിക്കും. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എവിടെ എങ്ങനെ തുടങ്ങണമെന്നോ എന്ത് പറയണമെന്നോ എനിക്കിപ്പോൾ ഒന്നും മനസ്സിൽ വരുന്നില്ല. എങ്കിലും ഞാനിവിടെ 1988 ഈ സ്കൂൾ ആദ്യമായി കാണുന്നത്. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ല. 88 പറഞ്ഞതുപോലെ തന്നെ സ്കൂളിൽ ചേരാൻ ഒരു പറ്റും ആൾക്കാർ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അങ്ങനെ മത്സരിച്ചാണ് എപ്പോഴും ഇവിടെ ചേരുന്നവർ സീറ്റ് കരസ്ഥമാക്കുന്നത്. അങ്ങനെ ഞാൻ ചേരുമ്പോഴും മത്സരം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്നിരുന്നത് അന്നത്തെ മാനേജർ മൂസക്കുട്ടി മാഷും പിന്നെ KC കുഞ്ഞിരാമൻ മാഷുമാണ്. കുഞ്ഞിരാമൻ മാഷ് തന്നെ ഉല്ലാസ മാഷ മുത്തച്ഛൻ, അതുപോലെ രസിക ടീച്ചറുടെ അച്ഛൻ. ഇവരുടെ സ്ട്രോങ് റെക്കമെൻഡേഷൻ കൊണ്ടാണ് എനിക്കിവിടെ കിട്ടിയത്. ഈ സമയത്ത് ഞാൻ അവരെ നന്ദിയോടെ ഓർക്കുന്നു. ഒട്ടും ഇഷ്ടമില്ലാതെയാണ് ഞാൻ BEd ചെയ്തത്. സത്യം പറഞ്ഞു, ഒട്ടും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഡിഗ്രി കഴിഞ്ഞ് ഒരു ദിവസം പോലും ഞാൻ വീട്ടിലിരിക്കാതെ എന്നെ ഡിഗ്രിയുടെ റിസൾട്ട് വന്ന ഉടനെ തന്നെ BEdന് ചേർത്തു. വളരെ സങ്കടപ്പെട്ടാണ് ഞാൻ BEdന് പോയത്. എനിക്കിഷ്ടമേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ ചേരില്ല, എനിക്ക് ഇനിയും പഠിക്കണം, ഞാൻ സ്കൂളിൽ ചേരില്ല എന്ന വാശിത ആ കരാറിലായിരുന്നു എന്നെ BEdന് അയച്ചത്. അത് കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഇവിടെ സീറ്റിന് വേണ്ടി അപേക്ഷിച്ചു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ ടീച്ചറായി ജോയിൻ ചെയ്തു. ഇവിടെ വരുമ്പോ വാസ്തവം പറഞ്ഞാൽ ശരിക്കും കരച്ചിൽ വന്നിരുന്നു. ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ സേക്രഡാർട്ടിലാണ് പഠിച്ചത്. അവസാനം 9th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോഴാണ് പേരശ്ശേരി സ്കൂളിൽ വരുന്നത്. പിന്നെ നിർമ്മലഗിരി കോളേജിലാണ് 5 വർഷം പഠിച്ചത്. ഇവിടെ വരുമ്പോ ഈ ഒരു ബിൽഡിങ്ങില് ബാക്കി എല്ലാം പൊളിഞ്ഞ ബിൽഡിംഗ്, അരമതിൽ തേക്കാത്ത ചുമര്, ഒരു എന്തോ കോൺവെന്റിൽ ഞാൻ പഠിച്ച കുട്ടികളെ അപേക്ഷിച്ച് എനിക്ക് ഇവിടെ വരുമ്പോൾ വല്ലാത്തൊരു പ്രയാസം തന്നെയായിരുന്നു. പക്ഷെ
പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ സ്കൂളിനെ സ്നേഹിച്ചു വിടും. സ്നേഹിച്ച് ഇപ്പോ എനിക്ക് ഈ സ്കൂളിൽ നിന്ന് മുഴുവൻ പണിയും കഴിഞ്ഞ് മാത്രമേ സ്കൂളിൽ നിന്ന് പോകാൻ തോന്നാറുള്ളൂ. മുപ്പത്തിനാല് വർഷം ഒരു ഗണിത അധ്യാപികയായി, 1 വർഷം ഹെഡ്മിസ്ട്രസ് ആയി, 1 വർഷം കംപ്ലീറ്റ് ചെയ്ത 10 മാസം ഹെഡ്മിസ്ട്രസ് ആയി ജോലി ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ 35 വർഷം ഒരു BEd ചെയ്ത ഒരു ടീച്ചർ ഒരിക്കലും 35 വർഷം ഉണ്ടാകാറില്ല. എനിക്ക് 35 വർഷം സർവീസ് ചെയ്തു. പിന്നെ എൻ്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു, നല്ലൊരു മനസ്സിന്റെ ഉടമയായിരുന്നു. അച്ഛന്റെ വേർപാട് ഈ ഒരു വർഷം എനിക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു അനുഭവമായിരുന്നു. അച്ഛൻ പോയി ഒരു 5 ദിവസം എത്തുമ്പോൾ തന്നെയായിരുന്നു എന്നെ വീണ്ടും ടീച്ചർ വിളിച്ചത്. ഇവിടെ സബ്ജില്ലാ കലോത്സവം നടത്താൻ ടീച്ചർ എന്തായാലും വരണം, അതിന്റെ മീറ്റിംഗ് കൂടണം, ടീച്ചർ ഹൈസ്കൂൾ വിഭാഗത്തിനോട് പറയണം. അങ്ങനെ ഞാൻ 5-6ാമത്തെ ദിവസം ഞാൻ ഇവിടെ വളരെ വിഷമമുണ്ടായിരുന്നു. വളരെയധികം വിഷമമുള്ള ഒരവസ്ഥയായിരുന്നു. അച്ഛനാണ് എല്ലാം, പക്ഷെ അച്ഛന് ഭയങ്കര പേടിയാണ്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ പറഞ്ഞല്ലോ, ആദ്യം മുതലേ അവസാനം വരെ പ്രസംഗിച്ച ഓരോ ആളും പറഞ്ഞ ആ സ്ട്രിക്ട്നെസ് എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛനിൽ നിന്നാണ്. അച്ഛൻ വളരെ കണിശക്കാരനായ ഒരു ഗണിത അധ്യാപകനായിരുന്നു. ഈ വർഷം എനിക്ക് ഏറ്റവും ദുഃഖകരമായ അനുഭവം അതാണ്. അതുപോലെ ഏറ്റവും നല്ലൊരു അനുഭവം ഉണ്ടായി. എനിക്കൊരു മോളെ കിട്ടി. എൻ്റെ മകന്റെ കല്യാണം കഴിഞ്ഞു, ഒരു നല്ലൊരു മോളെ എനിക്ക് വീട്ടിലേക്ക് കിട്ടി. അത് ഏറ്റവും സന്തോഷകരമായ ഒരു സംഭവം. അതുപോലെ അച്ഛൻ്റെ കാര്യം ഏറ്റവും ദുഃഖകരമായ അവസ്ഥയുമായിരുന്നു. മുപ്പത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരായുസിന്റെ പകുതി ഞാൻ ഇവിടെയാണ് ചിലവഴിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റും, മാക്സിമം പോയാൽ ഞാൻ 70 വയസ്സ് വരെയാണ് ജീവിതം. നിങ്ങൾ ജോലി എന്ത് വീട്ടിൽ പറയുന്നത് കാര്യമുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. 70 വയസ്സാണ് എൻ്റെ മാക്സിമം ആയുസ്. അത് ഇന്ന് തട്ടിപ്പോകാം, നാളെ തട്ടിപ്പോകാം, അതിനിടയിൽ എപ്പോഴും തട്ടിപ്പോകാം. മാക്സിമം വന്നാൽ 70 വയസ്സാണ്. ആ 70 വയസ്സിൽ ഞാൻ 35 വർഷം ഇവിടെ ജോലി ചെയ്തു. കുട്ടികളുമായി നല്ല ബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെയധികം സംതൃപ്തിയും സന്തോഷവും മാത്രം. ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വിദേശങ്ങളിലുള്ളവർ പറഞ്ഞിട്ടുണ്ട്, പലരും കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ അച്ഛനായതിനു ശേഷം ടീച്ചർ എന്ന് കാണണം, ഈ സീറ്റിൽ ഇരുന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പലരും കാണാൻ പറ്റാത്ത വിഷമം അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ശിഷ്യഗണങ്ങൾ തന്നെയാണ്. കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയുക എന്നത് ഒരു അധ്യാപകന്റെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഒരു സമ്പത്താണ്. അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റും എൻ്റെ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ്. അവരും അറിയപ്പെടുന്ന അധ്യാപകരായിരുന്നു. ഒരുപാട് പേര്, ഒരാൾക്കാർ ഇപ്പോഴില്ല എങ്കിലും നിരന്തരം വീട്ടിൽ വന്ന് അച്ഛനെ കാണുകയും അവരച്ഛനെ കുറിച്ചും അതുപോലെ അമ്മയെ കുറിച്ചും, രണ്ടുപേരും കേരളശ്ശേരി സ്കൂളിൽ അധ്യാപകരായിരുന്നു ആദ്യകാലങ്ങളിൽ. അച്ഛനെ കുറിച്ചും അമ്മയെ കുറിച്ചും പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ കണക്ക് പഠിക്കാൻ വീട്ടിൽ വരുമായിരുന്നു, അതുപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ.
അമ്മയും അച്ഛനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലുള്ള പ്രോത്സാഹനവും പഠിപ്പിക്കലും ഒക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത്. പക്ഷെ ഞങ്ങളുടെ അമ്മമാര് പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അമ്മയുടെ ഇതുവരെ എന്നോട് ഇത് പഠിക്കുക എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിൽ കുറച്ചുകൂടി ഞാൻ മെച്ചപ്പെട്ടിട്ടുണ്ടാവുമായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു പഠിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ രാജമാഷ പറഞ്ഞ് ഞായറാഴ്ച പഠിപ്പിക്കരുത്. പക്ഷെ നമ്മൾ മാത്സ് ആണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഞായറാഴ്ച അടക്കം ഇത് ഉണ്ടാവാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. പിന്നെ ഒരു എക്സാം പറഞ്ഞിട്ടല്ല ഞങ്ങൾ ചെയ്യാറ്. വളരെ എക്സാം ഇരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ നോക്കാറില്ല. രാവിലെ വന്നു കഴിഞ്ഞാൽ എത്ര നേരത്തെ എത്താൻ പറ്റുന്നുണ്ടോ അത്രയും നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുക ചെയ്യാം. അവിടെ ഇരുന്നിട്ടാകുമ്പോൾ നമ്മൾ ഓരോ കുട്ടിയുടെയും ഹിസ്റ്ററി നമുക്ക് പഠിക്കാൻ പറ്റും. കുറച്ച് കുട്ടികളായിട്ടാണ് വരിക. അപ്പൊ ആദ്യം നമ്മൾ കുട്ടീനെ നോക്കി ആ കുട്ടിയുടെ പുസ്തകങ്ങളും ആ കുട്ടിയുടെ പഠിപ്പും ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ എന്റെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളുടെയും അവസ്ഥ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറ്. ഒരിക്കലും എന്നെ ഒരു എക്സം വഴക്ക് പറയുകയോ ഞാൻ പാഠം എടുക്കാത്തതിനെ കുറിച്ച് കംപ്ലൈന്റ് പറയുകയോ അല്ലെങ്കിൽ എന്നെ ശകാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇതുവരെ ഒരു എക്സാമിന് എഴുതിയും എനിക്ക് ഒരു വഴക്കം കേൾക്കില്ല. ആദ്യകാലങ്ങളിൽ എല്ലാ ഓഫീസ് കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അടുത്ത വീട്ടിലുള്ള ആൾക്കാരെന്ന നിലയിൽ എന്നെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ആദ്യത്തെ 3-4 എച്ചമ്മമാരുടെ കാലത്ത് സ്ഥിരമായി ഇവിടെ വന്ന് ശനിയാഴ്ചകളിലും അല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ വന്ന് സീനിയേഴ്സ് ചെയ്യുമ്പോൾ സഹായിക്കാൻ ഞാൻ എത്താറുണ്ട്. അവർ പറയുന്ന ഓരോ കാര്യവും ഒട്ടും വൈമനസ്സം കൂടാതെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നീട് കുറച്ച് കാലങ്ങളിൽ എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു. അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പിന്നീട് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളെ മാത്രമായി എഴുതി. എനിക്ക് ക്ലാസ് ചാർജ് കിട്ടിയത് മുതൽ എന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും, അത് എത്ര നല്ല ക്ലാസ് ആയാലും എത്ര മോശം ക്ലാസ് ആയാലും മുഴുവൻ കുട്ടികളെയും ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. അത് ഞാൻ മാത്രമല്ല, മറ്റു സബ്ജക്റ്റിലെ ടീച്ചേഴ്സിനോട് ഞാൻ പറയും. കൂടാതെ ഞാൻ ആ സബ്ജക്റ്റ് അവരോട് ചോദിച്ചിട്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, മോശം ക്ലാസ് ആണെങ്കിൽ ബാക്ക്വേർഡ് ക്ലാസ് ആണെങ്കിൽ ആ ക്ലാസ്സിൽ ആ കുട്ടികൾ ഓരോ വിഷയം എന്താണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ ആ വിഷയവും കൂടെ പഠിപ്പിക്കും. എന്റെ ക്ലാസ്സിൽ എടുക്കുന്നവർക്ക് ഞാൻ സ്വയം കൊടുക്കാറില്ല. ആ കുട്ടിക്ക് അതിൽ മാർക്ക് കുറവാണ്, നീ നോക്കണം. ഒരു സ്വയം അഴിമയും പ്രിയൊക്കെ എപ്പോഴും എന്റെ ക്ലാസ്സിൽ പഠിപ്പിക്കാനുണ്ടാവും. അവർക്കൊന്നും ഞാൻ സ്വയം കൊടുക്കാറില്ല. ഇന്ന കുട്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയും. പിന്നെ അവരെടുക്കാനും പാഠഭാഗങ്ങളും വാങ്ങിയെടുത്ത് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സയൻസും എല്ലാ ടീച്ചേഴ്സും സതീദേവി എപ്പോഴും എന്റെ ക്ലാസ്സിലുണ്ടാകുന്ന ടീച്ചറാണ്. അങ്ങനെ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ 10ാം ക്ലാസ്സിൽ എനിക്ക് ക്ലാസ് ചാർജ് കിട്ടിയത് മുതൽ ലാസ്റ്റ് ക്ലാസ് കിട്ടിയത് വരെ എല്ലാ കുട്ടികളെയും ഞാൻ പാസ്സാക്കിയിരുന്നു. അങ്ങനെ ഓരോ ക്ലാസിന്റെ ചുമതലയും ഓരോ ക്ലാസ് ടീച്ചർ ഏറ്റെടുക്കുകയാണെങ്കിൽ 5:30 സ്കൂളിൽ ഇപ്പോൾ നിങ്ങൾ പോയി കുട്ടികളെ ക്യാൻവാസ് ചെയ്യേണ്ട ആവശ്യം തോന്നുകയില്ല. നമ്മൾ നല്ല രീതിയിൽ കുട്ടികളെ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ കടമ്പൂര് ആരും പിടിക്കാൻ പോകുന്നില്ല, കുട്ടികൾ വന്ന് നിറയുക ചെയ്യും. അപ്പൊ നമ്മളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുക നമുക്ക് കുട്ടികൾ താനേ തന്നെ ചെയ്യും. പിന്നെ കുറെ സ്ട്രിക്റ്റായി വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വേദനയേക്കാൾ കൂടുതൽ വേദന എനിക്കുണ്ടാകാറുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് കാണുമ്പോഴാണ് പറയാറുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇതൊരു വീടാണ്, ആ വീട്ടിലെ അമ്മയാണ് ഞാൻ. അമ്മ നിങ്ങളെ ചിന്ത പറയില്ല, വഴക്ക് പറയും. ആ രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് ആ
ആ കാര്യം എന്റെ ടീച്ചർ വഴക്ക് പറഞ്ഞത് എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ അങ്ങനെയുള്ള പ്രയാസം നിങ്ങൾക്കുണ്ടാവുകയില്ലായിരുന്നു. സന്തോഷം. അധികനേരം സന്തോഷമുള്ള മുടിമൗനം കുതിച്ചിരിക്കുന്ന അധികനേരം സന്തോഷമുള്ള മുടിമൗനം കുതിച്ചിരിക്കുന്ന ജനനപുരം ജീവിതം പോലെ പഴവേഷം പൊരിഞ്ഞു പോകുന്നതും ചിറകുവാൻ കൂട്ടിലെ കോമരനും കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു. മുറുകിയോ
നെഞ്ചിരിപ്പിന്റെ താളവും നിറക സംഗീതമുള്ള നിശ്വാസവും മുറുകിയോ നെഞ്ചിരിപ്പിന്റെ താളവും നിറക സംഗീതമുള്ള നിശ്വാസവും പറയുവാനുള്ള പൊൻചമ്പകം പൂത്ത കടലുകളെ കരിഞ്ഞു പോയെങ്കിലും കടപിടിച്ചരൽ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടു പോയെങ്കിലും ചിറകുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാളേകാന്തരോടനം സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീങ്ങുന്നു പിന്നെയും കനകമയിലാതി നീരിൽ വിരകുറുമ്പോൾ കിനാവ് തുറന്നതും നെടിയ കണ്ണിലെ കൃഷ്ണനാമങ്ങളും കിരണമേഖലന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞു പോയമെങ്കും കരിപുരണ്ട ചിദംബര സത്യകൾ മരണവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മതിലിൽ മലം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സപ്തച്ചുമലുകൾ ചില നിമേഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായലങ്ങളിൽ ചില നിമേഷത്തിലേകാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായലങ്ങളിൽ ഇരുളിലൂരിക്കുന്നു വിമുഖം കരുണമാം ജനനാന്തരസാംഗം അറിവു ചൊല്ലുവാൻ നന്ദി കരച്ചിലും അഭിമുഖം നമ്മൾ കാണാതിരിക്കുക സമയമാകുന്നു പോകുവാൻ രാത്രികളിൽ നിഴലുകൾ നമ്മൾ കണ്ടേ പിരിഞ്ഞവർ നിഴലുകൾ നമ്മൾ കണ്ടേ പിരിഞ്ഞവർ. ഈ അധ്യാപകരെ പറ്റി എല്ലാവരും വാദോരാതെ സംസാരിച്ചു കഴിഞ്ഞു. സ്നേഹ ടീച്ചറുടെ പാട്ടും കേട്ടു, അജയ മാഷിന്റെ കവിതയും കേട്ടു. അപ്പൊ ഇനി എന്തിനാ ഈ ടീച്ചർ ഞാൻ പറയുന്നത് വിചാരിക്കുന്നുണ്ടാവില്ലല്ലോ. എന്നാലും എൻ്റെ കൂടെ ഞാൻ ഈ സ്കൂളിൽ ചേർന്ന അന്നു മുതൽ എൻ്റെ ഒരു ഏച്ചിയായിട്ട് തന്നെയായിരുന്നു സ്നേഹ ടീച്ചറെ ഞാൻ കണ്ടിരുന്നത്. നമ്മുടെ ഹെഡ്മിസ്ട്രസ്സായി ഈ വർഷം റിട്ടയർ ചെയ്യുന്ന സ്നേഹ ടീച്ചർ ഒരു അധ്യാപികയല്ല, ഒരു ഏച്ചിയെ പോലെ തന്നെയായിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. കാരണം ഞാൻ ഇവിടെ അധ്യാപികയായി ജോയിൻ ചെയ്തപ്പോൾ ആദ്യം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പോഴിരിക്കുന്ന സ്റ്റാഫ് റൂമിലായിരുന്നു ഇരുന്നത്. അന്ന് കസേരകളില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ സീറ്റ് ശ്യാമള ടീച്ചറെയും അനിത ടീച്ചറുടെയും ഇടയ്ക്ക് രണ്ടാളെയും കസേരയുടെ നടുവിലാണ് ഞാൻ ഇരിക്കേണ്ടത്. അങ്ങനെ ആയിരുന്നു ആ വർഷം. UP-യിലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അവിടെ കുറച്ച് കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോൾ എനിക്ക് സെറീന ടീച്ചറെ അടുത്തൊരു സീറ്റ് കിട്ടി. ഒരു ചെയറും ഒരു ടേബിളും തന്നു. അപ്പോൾ സെറീന ടീച്ചറെ അടുത്താണ് പിന്നെ എൻ്റെ സീറ്റ്. അങ്ങനെ കുറച്ചു കാലം സെറീന ടീച്ചറെ അടുത്തിരുന്നത്. സെറീന ടീച്ചറെ നോമ്പ് സമയത്ത് നല്ല വിഭവങ്ങളൊക്കെ രാവിലെ വരുമ്പോൾ കൊണ്ടുത്തരും, അതൊക്കെ തിന്നും. അങ്ങനെ സെറീന ടീച്ചറെ അടുത്ത് കുറേ കാലം അടുത്തിരുന്നു. പിന്നെ രാജലക്ഷ്മി ടീച്ചർ ഹെഡ്മിസ്ട്രസ് ആയപ്പോഴാണ് പറഞ്ഞത് സബ്ജക്റ്റുകാരൊക്കെ ഒരു റൂമിൽ ഇരിക്കണം പറഞ്ഞു. അങ്ങനെ ഇപ്പോഴത്തെ 8th ഈ ക്ലാസ്സിൽ മാത്സ് അധ്യാപകര്, ഇംഗ്ലീഷ് അധ്യാപകര്, പിന്നെ സോഷ്യൽ ഇവരുടെ ആ റൂമിലായിരുന്നു. അപ്പോൾ
എൻ്റെ സീറ്റ് സ്നേഹ ടീച്ചറെ തൊട്ട് വലതു ഭാഗത്തായിരുന്നു. അന്ന് മുതൽ സ്നേഹ ടീച്ചർ ഡെപ്യൂട്ടി എച്ച്എം ആകുന്നത് വരെ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ഇരുന്നത്. എല്ലാ കാര്യങ്ങളും തമ്മിൽ പറയോ, വീട്ടുകാര്യങ്ങളായാലും നമ്മുടെ മക്കളെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. സ്കൂളിലെ കാര്യങ്ങളൊക്കെ സ്നേഹ ടീച്ചറെ ഇവിടെ വന്നിട്ട് കണ്ടതല്ല, എനിക്ക് നിർമ്മലഗിരി കോളേജിൽ നിന്നേ സ്നേഹ ടീച്ചറെ പരിചയം ഉണ്ടായിരുന്നു. ആ സമയത്ത് സ്കേർട്ട് ബ്ലൗസ് ഇട്ട് നല്ല മുടി മടങ്ങി ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ നോക്കുവായി അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടാവും. ആ മുടി ആ നടത്തം ഒരു പ്രത്യേക സ്റ്റൈലുള്ള നടത്താണ്. അപ്പൊ ഇവര് പിന്നെ നമ്മുടെ ലാംഗ്വേജ് റൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ റൂമിന്റെ സൈഡിലേക്കാണ് പോകാൻ. ഞാനും അവിടെയായിരുന്നു ഡിഗ്രിക്ക് പഠിച്ചത്. അപ്പൊ ലാംഗ്വേജ് റൂമിന്റെ അതിലേ പോകുമ്പോൾ സുമംഗല ടീച്ചർ, പിന്നെ ബിന്ദു ടീച്ചർ, ഇവരെല്ലാം ഒരു ഗ്യാങ്ങാണ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ അതിന് നടുക്കുണ്ടാവുന്ന ടീച്ചറാണ്. അപ്പൊ ഒരു സ്റ്റേജിലാണ് നടത്തവും അതുപോലെ മുടിയിലാവും അങ്ങോട്ടും ആടുന്നത് നോക്കിയിരിക്കും നമ്മളെല്ലാവരും. അപ്പൊ അന്നേരം ടീച്ചറെ ആയിരുന്നു. പിന്നെ നമ്മുടെ സ്കൂളിൽ വന്നപ്പോഴും നമ്മളടുത്തായിരുന്നു ഇരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ സ്നേഹ ടീച്ചറെ കണ്ടിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാനും കൃത്യസമയത്ത് ക്ലാസ്സിൽ വരാനും ക്ലാസ് എടുക്കാനും ഒക്കെ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു എന്താ പറയുക, വീട്ടുവസ്തുവിനോ ഏതൊരു കാര്യത്തിനും പൈസ പിടിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റിൽ സ്നേഹ ടീച്ചറും അനിൽകുമാർ മാസ്റ്റർ എപ്പോഴാണ് അസൂയ തോന്നുന്നത്. എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഇവരെ നടത്തണേന്ന്, പക്ഷെ ഒരിക്കലും സാധിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിക്കും ഇവരെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് ഇവരെപ്പോഴും ഒന്നാമതായിട്ട് ഒരിക്കലും വേറൊരാൾക്കും വിട്ടു കൊടുക്കില്ല. എല്ലാ പ്രാവശ്യവും അനിൽകുമാർ മാസ്റ്റർ ക്ലാസ്സും സ്നേഹ ടീച്ചറുടെ ക്ലാസ്സും ഇതാണ് അനൗൺസ് ചെയ്യുക. അപ്പോഴും ഇനി ഞാൻ നോക്കി അപ്പോൾ പിള്ളേരുടെ നിന്ന് കിട്ടുന്നതിനാണ് എന്ന് മനസ്സിലായി. കാരണം കുട്ടികളോട് കലമ്പിട്ടും നല്ല രീതിയിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേഗം പൈസ കിട്ടുന്നുണ്ട്. പക്ഷെ ആ അടവൊന്നും നമ്മൾ പ്രയോഗിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനത് കുറേ കാലം പഴക്കി നോക്കുന്നു. പക്ഷെ എനിക്കത് ഇതുവരെ നടന്നു കിട്ടിയിട്ടില്ല. പിന്നെ കൃത്യനിഷ്ഠ വളരെ കറക്റ്റായി. ടീച്ചർ അപ്പുറത്ത് ടീച്ചിങ് ഔട്ട് എഴുതുന്നത് ഞാനിപ്പോഴും വെറുതെ എടുത്തിരിക്കുന്നുണ്ടാവും. എന്നാലും ഞാൻ ടീച്ചറിനൊക്കെ എഴുതുന്നതെന്ന് വിചാരിക്കും. എന്നാലും അനക്ക് എഴുതാൻ തോന്നില്ല. ജൂൺ മുതൽ മാർച്ച് വരെയുള്ള എല്ലാ പാഠങ്ങളും കൃത്യമായിട്ട് ടീച്ചിങ് നോട്ട് എഴുതിയിട്ട് ടീച്ചിങ് നോട്ട് വെക്കുന്ന ഒരു അധ്യാപിക ഉണ്ടെങ്കിൽ ഒന്ന് സ്നേഹ ടീച്ചർ,